Hi, hello, welcome back to YouTube channel. ഇന്ന് നിങ്ങൾ എന്നോട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ്. മാക്സിമം ഐ തിങ്ക് ഞാൻ എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിന് എല്ലാം തന്നെ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാകും. അപ്പം കമൻ്റ് എടുത്തിട്ടൊന്നും ആരും റിപ്ലൈ ഒന്നും വായിച്ച് നോക്കാനായിട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വലിയ വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തേക്കാമെന്ന്. നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് തന്നെയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അബൌട്ട് ക്യാബിൻ ക്രൂ ഓർ ഗ്രൗണ്ട് സ്റ്റാഫ്. രണ്ടിനും കോമൺ ആയിട്ടുള്ള ആൻസേഴ്സ് ആയിട്ടാട്ടോ ഞാൻ പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാനുള്ളത് അങ്ങനെ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റർവ്യൂവിനെ പറ്റിയിട്ടാണ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എല്ലാം ഇംഗ്ലീഷിലായിരിക്കുമോ, നമ്മൾ ആൻസർ പറയേണ്ടതെല്ലാം ഇംഗ്ലീഷിൽ ആയിരിക്കുമോ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മേ ബി എല്ലാവർക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഇന്റർവ്യൂവിനൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേനും മനസ്സിലായി യെസ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷാണ്. എല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് നമ്മൾ ആൻസർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ്. അതിപ്പോൾ ക്യാബിൻ ക്രൂ ആണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇംഗ്ലീഷിലായിരിക്കും ഇൻ്റർവ്യൂസ്. അതിൻ്റെ മെയിൻ റീസൺ ഒന്നാമത്തെ ഞാൻ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയോ എന്ന് അവർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എയർലൈൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസിന് പോകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് മലയാളം അറിയില്ലല്ലോ. നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കേണ്ടി വരും. അപ്പം ഇംഗ്ലീഷ് ഇപ്പോഴേ തുടങ്ങി ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങുക. നമ്മൾ സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിലും ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും സംസാരിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ തെറ്റിപ്പോവോ എന്ന് വിചാരിച്ച് സംസാരിക്കാതെ ഒന്നും ഇരിക്കണ്ട. തെറ്റിക്കോട്ടെ, എന്തായാലും ഇപ്പം എത്ര വലിയ ആളാണെന്നുണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷ് ഫുൾ അരച്ച് കലക്കി പഠിച്ചിരിക്കുന്ന ആളാണെങ്കിൽ പോലും മിസ്റ്റേക്സ് വരും. അപ്പം അത് പേടിച്ചിരിക്കണ്ട, നന്നായിട്ട് സംസാരിച്ചു തുടങ്ങുക ഇപ്പോഴേ. അപ്പം നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കാനായിട്ട്. ഗ്രൗണ്ട് സ്റ്റാഫ് ആവാനും ക്യാബിൻ ക്രൂ ആവാനുള്ള ക്വാളിഫിക്കേഷൻസ്. ഗ്രൗണ്ട് സ്റ്റാഫ് ആവാനായിട്ട് നമുക്ക് ഗ്രാജുവേഷൻ ആണ് അവർ ചോദിക്കുന്നത്. കറൻറ്റ്ലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയർ എക്സാം എഴുതി എന്ന് പറഞ്ഞാൽ പോലും അവർ സമ്മതിക്കില്ല. കാരണം ഇൻഡിഗോൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയപ്പം ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേനും അവർക്ക് മാക്സിമം ഒരുപാട് കുട്ടികളുണ്ടാവും. മാക്സിമം അതിൽ നിന്ന് എത്ര പേരെ ഔട്ടാക്കാൻ പറ്റുമോ അവരത് വന്ന് ആദ്യം തന്നെ ചോദിക്കും. ഇപ്പം നമ്മൾ ഫോർമൽ ആയിട്ടുള്ള യൂണിഫോം അല്ല ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളോട് പോയിക്കൊള്ളാനായിട്ട് പറയും. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റഡ് ആയിട്ടില്ല, കറൻ്റ്ലി പെർസ്യൂം ഒക്കെ ആണെന്നുണ്ടെങ്കിലും പോയിക്കോ, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയും. പിന്നെ ഇന്ത്യ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 3 മാസം കൂടുമ്പോഴാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് നമ്മളിപ്പം ഞാൻ ഈ ഒരു മാസം ഇൻ്റർവ്യൂവിന് പോയി ഫെയിൽ ആയി എന്നുണ്ടെങ്കിൽ പിന്നെ 3 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്യാബിൻ ക്രൂവിനാണെന്നുണ്ടെങ്കിൽ +2 പറയുന്നുള്ളൂ. +2 പാസ്സായ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഗ്രൗണ്ട് സ്റ്റാഫ് ഇൻ്റർവ്യൂസിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അത് നമുക്ക് വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഡിഗോ ആണെന്നുണ്ടെങ്കിൽ ഇൻഡിഗോന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ താഴെ ആയിട്ട് ഇങ്ങനെ കരിയർ എന്ന് പറഞ്ഞ് വരും. ഏത് എയർലൈൻ ആണെന്നുണ്ടെങ്കിലും അവിടെ ആ ഒരു സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ കരിയേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ കരിയേഴ്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നൗ ഹയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ടും സാധിക്കും. അപ്പോൾ അതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അതിലുണ്ടാകും. അതിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് ഏതിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വാക്ക് ഇൻ ഇൻ്റർവ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാം വെബ്സൈറ്റിൽ. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂസിന് പോകാവുന്നതാണ്. നമ്മൾ പിന്നെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ CV ഡെഫിനറ്റ്ലി ഒരു 2 കോപ്പി വെച്ച് എടുത്ത് വയ്ക്കുക. പിന്നെ നമ്മളുടെ എന്തൊക്കെയാണോ ഡോക്യുമെൻറ്റ്സ് അത് ഒക്കെ എഴുതിയിട്ടുണ്ടാകും അതിൽ എന്തൊക്കെ റിക്വയർ ആണെന്നുള്ളത്. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ജസ്റ്റ് കോപ്പി ആയിട്ട് കയ്യിൽ കരുതുക. പിന്നെ ഒരു അത്യാവശ്യം ഫോർമൽ ആയിട്ടുള്ള ഒരു ഫയൽ കയ്യിൽ പിടിക്കുക. ആൻഡ് നമ്മളുടെ ഡ്രസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രൂമിങ് ചെയ്തിട്ടുണ്ടാവണം. അത്യാവശ്യം നല്ല ഫോർമൽ ആയിട്ട് തന്നെ ഡ്രസ്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ക്യാബിൻ ക്രൂസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു സ്കേർട്ടും പ്ലെയിൻ ആയിട്ടുള്ള ഷർട്ട്, ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ്, ഭയങ്കര ഡിസൈൻസ് വരുന്ന ഷർട്ട് കാര്യങ്ങൾ അതൊന്നും ഇടാതിരിക്കുക. ഇപ്പോൾ ബോയ്സ് ആണെന്നുണ്ടെങ്കിലും ഗേൾസ് ആണെന്നുണ്ടെങ്കിലും. അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹിന്ദി മാൻഡേറ്ററി ആണോ എന്നുള്ളത്. ഇത് അത്യാവശ്യം കുറേ പേര് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹിന്ദി മാൻഡേറ്ററി ആണോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഹിന്ദി മാൻഡേറ്ററി ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള രീതിക്ക് ഹിന്ദി അറിഞ്ഞിരിക്കണം. ആൻഡ് ഹിന്ദി അറിയില്ല അപ്പം അതെന്താ ചെയ്യുക ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന്
പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, കുറച്ച് ഹിന്ദി സീരിയൽസ് കണ്ടാൽ മതി. ഞാൻ ഹിന്ദി പഠിച്ചത് ഹിന്ദി സീരിയൽസ് കണ്ടിട്ടാട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 5th പഠിക്കുമ്പം എൻ്റെ ചേച്ചി സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഹിന്ദി സീരിയൽ കാണും. അന്നതൊരു ട്രെൻഡായിരുന്നു. ഞാൻ അങ്ങനെ ഹിന്ദി സീരിയൽസ് കണ്ടിട്ടാണ് ഹിന്ദി പഠിച്ചത്. അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഹിന്ദി നമുക്ക് സീരിയൽസ് കണ്ടാൽ പഠിക്കാൻ പറ്റും. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര അങ്ങ് മൂവീസിനേക്കാൾ കൂടുതൽ നല്ലത് ഹിന്ദി സീരിയൽസ് കാണുന്നതായിരിക്കും. അതിലാണല്ലോ നമ്മൾ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന പോലത്തെ ഹിന്ദി യൂസ് ചെയ്യുന്നത്. അപ്പം ഭയങ്കര സിമ്പിളാണ് ഹിന്ദി പഠിക്കാനായിട്ട്. അത്ര ആനയും ചേനയും കുതിരയും ഒന്നുമില്ല. ജസ്റ്റ് സീരിയൽ കണ്ടു തുടങ്ങുക, ഇപ്പോഴേ കണ്ടു തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് ഡെയിലി ഒരു എപ്പിസോഡ് വെച്ച് കാണുമ്പോഴത്തേനും ഹിന്ദി അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാവും. സബ് ടൈറ്റിൽസ് ഇട്ടിട്ട് കാണുക. പിന്നെ നമ്മൾ കണ്ടത് എന്തായാലും പഠിക്കും. ക്രൂവിനാണ് കൂടുതലും ഹിന്ദി മാൻഡറ്ററി ആയിട്ടുള്ളത്. ഗ്രൗണ്ട് സ്റ്റാഫിന് അങ്ങനെ ഹിന്ദി മാൻഡറ്ററി എന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അടുത്തത് ഹൈറ്റ് റിക്വയർമെന്റ് ആണ്. ആക്ച്വലി ഗ്രൗണ്ട് സ്റ്റാഫിന് അങ്ങനെ ഒരു മിനിമം ഹൈറ്റ് അല്ലെങ്കിൽ BMI എന്ന് പറയുന്ന ഒരു റൗണ്ട് ഇല്ല. ജസ്റ്റ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇതൊക്കെ തന്നെയാണ് നോക്കുന്നുള്ളൂ. ക്രൂവിനാണ് ഹൈറ്റ് മിനിമം ആയിട്ട് അവർ പറയുന്നത്. അതായത് 155 ആണ് ഏറ്റവും മിനിമം ഹൈറ്റ് പറയുന്നത്. അത് ഇൻഡിഗോ, വിസ്താര അങ്ങനത്തെ ഓരോ കമ്പനി, അത് ഓരോ എയർലൈനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. 155 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കറക്റ്റ് 155 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അവർ പക്കയായിട്ടാണ് നോക്കുന്നത് സ്കെയില് വെച്ചിട്ട്. അപ്പം അതിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേനും ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കും. ഞാൻ ഒരു വട്ടം ബാംഗ്ലൂർ പോയിട്ട് ഞാൻ 155 ഉള്ളൂ. അപ്പം അവരുടെ സ്കെയിൽ അളന്നപ്പോഴത്തേനും 153 എന്ന് ഞാൻ ജസ്റ്റ് ഷോക്ക്ഡ് ആയിപ്പോയി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഹൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാത്തിനും ഒന്ന് പോകാനായിട്ട് സാധിക്കില്ല. ഇഫ് നിങ്ങൾ 156, 157 ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാ ക്യാബിൻ ക്രൂസിന്റെ ഇന്റർവ്യൂസിനും എല്ലാ എയർലൈൻസിന്റെ ഇന്റർവ്യൂസിനും പോയിട്ട് ട്രൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് ഈ 155 എന്ന് പറയുന്നത് മിനിമം ആണ്. ഇതിന് മുകളിലേക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 155 മിനിമം ആണ് ഹൈറ്റ് റിക്വയർമെന്റ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 156 ഉള്ളവർക്കും 7 ഉള്ളവർക്കും 8 ഉള്ളവർക്കും 9 ഉള്ളവർക്കും എല്ലാവർക്കും പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അതിന് താഴേക്ക് പോകാനായിട്ട് പറ്റില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് കമന്റിൽ ചോദിച്ചിരിക്കുന്ന കാര്യമാണ് സ്കാർസ്, അതുപോലെ ബർത്ത് മാർക്ക്, ആക്നേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നമാണോ എന്നൊക്കെ ഉള്ളത്. സോ ബേസിക്കലി യൂണിഫോം ഇട്ട് കഴിയുമ്പം വിസിബിൾ ആവുന്നത് എവിടെയൊക്കെയാണോ അവിടെ എല്ലാവരും ചെക്ക് ചെയ്യും. ഇപ്പോൾ കൈ ഇപ്പം ഇത്രയുള്ള സ്ലീവുള്ള യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ കൈൻ്റെ ഇവിടെ തുടങ്ങി ഇവിടം വരെ അവർ നോക്കും. എന്തെങ്കിലും മാർക്സോ പാടുകളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കാല്, നീ തൊട്ട് താഴെ വരെ അവർ ജസ്റ്റ് ഇങ്ങനെ നോക്കും. ഭയങ്കരമായിട്ട് കാലം എടുത്തു വെച്ച് നോക്കുമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ നോക്കുമ്പം കാണുന്ന രീതിക്കുള്ള മാർക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. സോ മാക്സിമം എന്തൊരു പാടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ഹൈലൈറ്റർ അല്ല, കൺസീലർ യൂസ് ചെയ്തിട്ട് ഹൈഡ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു പാടുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ സ്കാർ ഉള്ളതുകൊണ്ടോ നമ്മൾ റൗണ്ട്സ് എല്ലാം ക്രാക്ക് ചെയ്തു, പക്ഷെ അതുകൊണ്ട് ഹോൾഡ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വരണ്ടല്ലോ. പിന്നെ ടാറ്റൂസ് ഒക്കെ വിസിബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പറയും അത് ഹൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈഡ് ചെയ്തിട്ട് കൺസീലർ യൂസ് ചെയ്തിട്ട് തന്നെ പോകുക. പിന്നെ എന്തെങ്കിലും പാടുകൾ, എന്ത് പാടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു പാടുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു പാടുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യാറുണ്ട്. എന്തുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങളത് കൺസീൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൺസീൽ ചെയ്യുക. അപ്പം മുഖത്തൊക്കെ വന്നിട്ടുള്ള ഇങ്ങനെ പിമ്പിൾസ്, നിറയെ പിമ്പിൾസ് വന്നിട്ട് അതിൻ്റെ പാടുകൾ, അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസീൽ ചെയ്തിട്ട് പോവുക. ആൻഡ് ഒരു പ്രാവശ്യം ഒന്ന് പോയി നോക്കുക. ഈ പറയുന്ന പേടികളെല്ലാം സെക്കൻഡറി തിങ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുമോ എന്ന് പറയുന്നത് സെക്കൻഡറി തിങ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ പോലും സാധിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ എവിടെയെങ്കിലും നമ്മുടെ നിയർ ബൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പോവുക, അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ, ഓക്കെ ഞാൻ ഇപ്രാവശ്യം ഈ ഒരു കാര്യത്തിലാണ് ഔട്ടായത്, നെക്സ്റ്റ് ടൈം ഞാൻ അത് ബെറ്റർ ആക്കി കൊണ്ടുവരാം എന്നൊരു സംഭവം നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ എന്തായാലും പോയി നോക്കുക. പിന്നെ ഹിന്ദിയുടെ കാര്യത്തിൽ തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹിന്ദിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ അല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണോ ചോദിക്കുമോ, അത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയോ എന്ന്. അങ്ങനെയല്ല, അവരവർക്ക് ഇഷ്ടമുള്ളത് ചോദിക്കും. വളരെ ചെറിയ ടോപ്പിക്സ്, സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുക. അത് ഇപ്പോൾ ഫാമിലിനെ കുറിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, നമുക്ക് ഹിന്ദി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾക്ക് അവർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഭയങ്കര ആനക്കാരും ചെനക്കാരും ഒന്നും ചോദിക്കില്ല, വളരെ ചെറിയ സിമ്പിളായിട്ടായിരിക്കും ചോദിക്കുക. പക്ഷെ നിങ്ങൾക്ക്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ റാൻഡം ആയിട്ട് എടുത്തത്. കാരണം ഇത് തന്നെയാണല്ലോ കൂടുതൽ പേർക്കും അറിയാനായിട്ട് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തോളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ കൂടി ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരുന്നതായിരിക്കും. സോ അത് ചോദിക്കാനായിട്ട് മടിയൊന്നും വിചാരിക്കേണ്ട. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. എന്നാലും എനിക്ക് കൂടുതലായിട്ട് വീഡിയോസ് ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെ വീഡിയോസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത കുറച്ച് ആൻസേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളായിട്ട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ആ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. സോ ബൈ.